സ്വാതന്ത്ര്യം തന്നെയമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെയമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, മൃതിയേക്കാൾ ഭയാനകം, മൃതിയേക്കാൾ ഭയാനകം. ഭാരതം നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്തിയ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ മണ്ണ്. അനവധി ഭാഷകളും സംസ്കാരങ്ങളും ആചാരങ്ങളും ചിന്താ പദ്ധതികളും മണിപ്രവാളം എന്ന പോലെ സാഹോദര്യത്തിന്റെ പട്ടുനൂലിൽ കോർത്തിണക്കിയ അദ്വൈത ഭൂമി. പ്രപഞ്ചസാക്ഷിയായ സൂര്യനെ നോക്കി കൈക്കുടന്നയിലൊരുക്കിയ സമുദ്രം കൊണ്ട് വസിഷ്ഠനും വിശ്വാമിത്രനും വ്യാസനും കാളിദാസനും എന്ന പോലെ ആൽബർട്ട് ഐൻസ്റ്റീനും ചാൾസ് ബാബേജിനും മാർട്ടിൻ കൂപ്പറും അടങ്ങുന്ന ഋഷി പരമ്പരകൾക്ക് തർപ്പണം ചെയ്യാൻ നമ്മെ പഠിപ്പിച്ച പുണ്യ സംസ്കൃതി. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി വിദേശാധിപത്യത്തിനെതിരെ പോരാട്ടം തുടങ്ങിയത് കേരളത്തിലായിരിക്കും. മാർത്താണ്ഡവർമ്മയും വേലുത്തമ്പി ദളവയും പഴശ്ശിരാജയും ജന്മം സമർപ്പിച്ച സ്വാതന്ത്ര്യ സമരം. ആ പോരാട്ടത്തിന്റെ നാൾ വഴികളിലേക്ക് അമൃതം സ്വാതന്ത്ര്യം, 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 സ്വാതന്ത്ര്യം. കുട്ടിക്ക് കഥകളി വല്ലതും പിടികിട്ടിയോ? അല്ല, മുത്തശ്ശിക്ക് വല്ലതും പിടികിട്ടിയോ? പിന്നെ കുട്ടിക്കറിയോ, എന്റെ മുത്തശ്ശന്റെയും കാലം തൊട്ട് ഈ അമ്പലമുറ്റത്ത് നേരം വെളുക്കുവോളം ഞങ്ങളിരുന്ന് കളി കാണും. ഓ, എനിക്ക് ഉറക്കം വരും. കുട്ടി കേൾക്കുമ്പോഴേ ഉറക്കം വരും. അതേ, മനസ്സിലാവാഞ്ഞിട്ടാ. കളി മനസ്സിലാവണമെങ്കിൽ ആദ്യം ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ പഠിക്കണം. പിന്നെ കഥകളിയുടെ ബാലപാഠങ്ങളും പഠിക്കണം. ആണോ? ഈ വാളും അമ്പും വെല്ലും വച്ചുള്ള യുദ്ധങ്ങളൊക്കെ കഥകളിലാണ്. തോക്കും പീരങ്കിയും ഒക്കെ വന്നത് ഇവരൊന്നും അറിഞ്ഞിട്ടില്ലേ? യുദ്ധം ചെയ്യാൻ എന്തിനാ എന്റെ കുട്ടിയെ ഈ തോക്കും പീരങ്കിയൊക്കെ? നമ്മള് ബ്രിട്ടീഷുകാരോട് പടവെട്ടിയതെല്ലാം വെറും കൈയോടായിരുന്നില്ലേ? മാർത്താണ്ഡവർമ്മയും വേലുത്തമ്പിയും പഴശ്ശിരാജയൊക്കെ വൈദേശികരോട് ഏറ്റുമുട്ടി പല കുറി വിജയം നേടിയത് ഈ വാളും അമ്പും വില്ലും ഒക്കെ കൊണ്ട് തന്നെയാ. ആരാ മുത്തശ്ശി ഈ മാർത്താണ്ഡവർമ്മയും വേലുത്തമ്പിയും ഒക്കെ? അവരെ തിരുവിതാംകൂറിന്റെ വീര പുരുഷന്മാരാ. ഇന്ന് കാണുന്ന തിരുവിതാംകൂർ അല്ല
അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ഡച്ചുകാരുടെ പ്രഭാവവും ആധിപത്യവും ഈ കേരളക്കരയെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. ഛിന്ന ഭിന്നമായി കിടന്നിരുന്ന ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരെ അംഗബലവും ആയുധബലവും കൊണ്ട് ഭയപ്പെടുത്തിയും ചില്ലറ പാരിതോഷികങ്ങൾ കൊടുത്തും അവർ നാട്ടുരാജാക്കന്മാരെ വരുതിയിലാക്കി. ഈ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ മഹാരാജാവായി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നീണാൾ വാഴട്ടെ. മഹാമന്ത്രി രാമയ്യൻ ദളവ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. വരാൻ പറയും. പുണ്യതമ്പുരാൻ നീണാൾ വാഴട്ടെ. എന്തായി രാമയ്യൻ നമ്മുടെ പദ്ധതികൾ? തമ്മിലടിക്കുന്ന നാടുവാഴികൾക്ക് നാടിന്റെ അവസ്ഥ ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടോ? കൊല്ലവും കായംകുളവും കൊട്ടാരക്കരയും ഭരിക്കുന്നത് നാടുവാഴികളല്ല, കമ്പനി പരിഷകളാണെന്നാണ് നാം അറിയുന്നത്. ശരിയാണ് തിരുമനസേ. കമ്പനിയുടെ തണലിൽ നാടുവാഴികളുടെ ജീവിതം സുഭിക്ഷം. പക്ഷേ കറുത്ത പൊന്നു വിളയിക്കുന്ന പാവം കർഷകർ പട്ടിണിയും പരിവട്ടവുമാണ് മഹാരാജൻ. കർഷകരിൽ നിന്നും കമ്പനി നേരിട്ടാണ് കച്ചവടം. കാശ് ചോദിച്ചാൽ കയ്യൂക്കാണ് മറുപടി. കൊടുക്കുന്നതെന്തോ അത് കൈനീട്ടി സ്വീകരിക്കാം, അത്ര തന്നെ. രാമയ്യൻ നാടുവാഴികളെ കണ്ട് സംസാരിച്ചില്ലേ? ഡച്ചുകാരുടെ ഇംഗിതത്തിന് വഴങ്ങരുതെന്ന് പറഞ്ഞില്ലേ? അടിയൻ വിശദമായി പറഞ്ഞു. കമ്പനി കൊടുക്കുന്ന ചില്ലിക്കാശുകളും പാരിതോഷികങ്ങളും തന്നെ അവർക്ക് ധാരാളം. ഡച്ചുകാരുടെ തോക്കുകൾക്കും പീരങ്കികൾക്കും മുമ്പിൽ അവർക്ക് എന്ത് ഉച്ചരിക്കാനാവും തിരുമനസേ? ശരിയാണ്, അവരും നിസ്സഹായരാണ്. മരണത്തെ ഭയമില്ലാത്തവരാരുണ്ട് അല്ലേ? അതെ, മരണത്തെ ഭയമില്ലാത്തവരുമുണ്ട്. അങ്ങ് പറഞ്ഞു വരുന്നത്? ബലമില്ലാത്തവനിവിടെ എന്ത് സ്ഥാനം? ശക്തിയില്ലാത്തവനെ ശക്തൻ കീഴ്പ്പെടുത്തും. അത് പ്രകൃതി നിയമമാണ്. കൊല്ലം, കായംകുളം, കൊട്ടാരക്കര മാത്രമല്ല, തിരുവിതാംകൂറിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ബലമില്ലാത്ത ഏതൊക്കെ നാട്ടുരാജ്യങ്ങളുണ്ടോ അതെല്ലാം തിരുവിതാംകൂറിന്റെ ഭാഗമാക്കാൻ പോകുന്നു. അങ്ങ് ഉദ്ദേശിക്കുന്നത് നാട്ടുരാജ്യങ്ങളിലേക്ക് ഒരു പടനീക്കം? സംശയമെന്ത്? ഡച്ച് കമ്പനിയെ മുട്ടുകുത്തിക്കാൻ മറ്റു വഴികളില്ല. ആഴ്ന്നിറങ്ങിയാൽ ആ വേരുകൾ പിഴുതുമാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതിനു മുൻപേ അവരുടെ തായ്വേരറുക്കണം. രാമയ്യന് തോന്നുന്നുണ്ടോ ഉണ്ടും ഉറങ്ങിയും ഉണ്ണികളെ സൃഷ്ടിച്ചും സുഖിച്ചു വാഴുന്ന നാടുവാഴികൾക്കതിന് കഴിയുമെന്ന്? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഓതിക്കൊടുത്തിട്ട് കാര്യമില്ല, ഒരുമ്പിട്ടിറങ്ങണം. സത്യം, ഈ ദേശങ്ങളെല്ലാം നമ്മുടെ കൈപ്പിടിയിലായാൽ കമ്പനിയോട് നമുക്ക് വിലപേശാം. നാടിനും നാട്ടാർക്കും കറുത്ത പൊന്നിന് പൊന്നിന്റെ വില വാങ്ങിക്കൊടുക്കാം. എങ്കിൽ തയ്യാറായിക്കൊള്ളൂ. സൈന്യം സജ്ജമാകട്ടെ. കൽപ്പന പോലെ. മാർത്താണ്ഡവർമ്മയുടെ സുശക്തമായ സൈന്യബലത്തിനു മുൻപിൽ നാട്ടുരാജാക്കന്മാർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. തിരുവിതാംകൂർ സാമാന്യം വിസ്തൃതമായ ഒരു രാജ്യമായി വികസിക്കപ്പെട്ടു. ഡച്ചുകാരുടെ ഒരാക്രമണം മുൻകൂട്ടി കണ്ട്
സൈന്യബലം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാർത്താണ്ഡവർമ്മ ആരംഭിച്ചു. അനേകം നായർ യുവാക്കളെ സൈന്യത്തിൽ ചേർത്തു. തോക്കുകളും പീരങ്കികളും അടങ്ങുന്ന സൈനിക വിഭാഗം ആരംഭിച്ചു. 1741 ക്യാപ്റ്റൻ യൂസ്റ്റേഷ്യസ് ഡെലനോയി എന്ന ഡച്ച് സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ ഏകദേശം 400 നാവികരെയും അതിനടുത്ത പടക്കോപ്പുകളും വഹിച്ചുകൊണ്ട് 7 വലിയ പടക്കപ്പലുകളും നിരവധി ചെറിയ കപ്പലുകളും അടങ്ങിയ സൈന്യം തിരുവിതാംകൂറിലെ കൊളച്ചൽ തീരത്ത് നങ്കൂരമിട്ടു. അതോടൊപ്പം സിലോണിലെ ഡച്ച് ഗവർണറായിരുന്ന വില്യം വാൻ ഇൻഹോഫ് ഒരു അവസാന ശ്രമം എന്ന നിലയിൽ മാർത്താണ്ഡവർമ്മയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരിക്കണം. താങ്ക് യു മിസ്റ്റർ മാർത്താണ്ഡവർമ്മ. നിങ്ങൾ അതിരു കടക്കുന്നു. അതിർത്തി കടന്ന അധികാരം കൈയാളുന്നത് ഞാനോ അതോ താങ്കളോ? നാടുവാഴികളുമായി കോൺട്രാക്ട് ഉണ്ടാക്കിയാണ് ഞങ്ങൾ ബിസിനസ് നടത്തുന്നത്. ആ കോൺട്രാക്ട് എല്ലാം നിങ്ങൾ വലിച്ചെറിഞ്ഞില്ലേ? പണ്ടെങ്ങോ നാട്ടുരാജ്യങ്ങളുമായി ഉണ്ടാക്കിയ കരാറുകൾ ഞാൻ എന്തിനു പാലിക്കണം? ആ രാജ്യങ്ങളെല്ലാം ഇന്ന് തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളാണ്. രാജ്യം നഷ്ടപ്പെട്ടവർക്ക് എന്തുടമ്പടി? നോ 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 നോ. ബിസിനസ് ആണ് ഞങ്ങൾക്ക് വലുത്. പഴയ കോൺട്രാക്ട് പ്രകാരമുള്ള ബിസിനസ് തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങാനും ഞങ്ങൾക്കറിയാം. ഭയപ്പെടുത്താതെ സായിപ്പേ, ഇത് ഞങ്ങളുടെ മണ്ണ. ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ കണ്ട സായപ്പന്മാർക്ക് തിന്നു കൊഴുക്കാനുള്ളതല്ല. അതിനി മണ്ണിന്റെ മക്കൾ വില പറയും. കെയർഫുൾ കെയർഫുൾ മിസ്റ്റർ മാർത്താണ്ഡവർമ്മ. അവസാനമായി ഞാൻ 3 കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അനുസരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നമ്പർ 1, നിങ്ങൾ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ അതേ രാജാക്കന്മാർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. നമ്പർ 2, ഞങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ചരക്കുകൾ വിറ്റു നൽകുക. നമ്പർ 3, ഈ രാജ്യം വലുതാക്കുന്ന പരിപാടി എന്നേക്കുമായി നിർത്തണം. ഓക്കേ? സായിപ്പേ, ഭയപ്പെടുത്താൻ നോക്കണ്ട. യുദ്ധമെങ്കിൽ യുദ്ധം. പിറന്ന മണ്ണിനു വേണ്ടി ശിരസറ്റു വീണാലും പുണ്യമായി കരുതുന്നവരാ ഞങ്ങൾ. സായിപ്പേ കേട്ടോ, ഇത് മാർത്താണ്ഡവർമ്മയുടെ വെല്ലുവിളി. യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ ഞാനും എന്റെ സൈന്യവും അങ്ങോട്ട് വരും. നെതർലാൻഡും യൂറോപ്പും ആക്രമിക്കാൻ ഞങ്ങളുടെ മത്സ്യബന്ധന ബോട്ടുകളുമായി. സ്റ്റുപ്പിഡ്. എന്റെ ശ്രീ പത്മനാഭ, നിന്റെ മണ്ണിന്റെ മാനം കാക്കാൻ എന്റെ ഉടവാളിൽ വിളങ്ങിയാലും പ്രഭോ. തിരുമനസേ, അടിയങ്ങൾ ഇവിടുത്തെ കർഷകരാ. നാടിനു വേണ്ടി പോരാടാൻ പടയാളികൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഞങ്ങൾ ആദിവാസികളാ, കാടിന്റെ മക്കളാ, ഒളിപ്പോരിന്റെ വഴിയറിയാ. ഞങ്ങള് തമ്പ്രാന്റെ കൂടെ ഉണ്ടാവും, ചാവണ വരെ. ഈ കടലിന്റെ മക്കളാ ഞങ്ങ. കടലിന്റെ നേരി അറിയുന്നവര്.
ഒരു വിദേശികളും ഇവിടുന്ന് ജീവനോടെ പോകത്തില്ല തമ്പുരാനെ. മഹാരാജൻ, പടയാളികൾ മാത്രമല്ല സാധാരണ ജനങ്ങളും യുദ്ധസന്നദ്ധരായി കഴിഞ്ഞു. നാടിന്റെ മാനം കാക്കാൻ ജീവൻ അർപ്പിക്കാനും അവർ തയ്യാറാണ്. ഡച്ച് പട്ടാളം 1741 ആഗസ്റ്റ് 7 നിരുപാധികം കീഴടങ്ങി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കമെന്ന് കുളച്ചിൽ യുദ്ധത്തെ ചരിത്രം രേഖപ്പെടുത്തി. കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തിരുവിതാംകൂറിൽ പുതിയൊരു താരോദയമുണ്ടായി. കൽക്കുളം വലിയ വീട് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി. മഹാരാജൻ, നാടിന്റെ പല ഭാഗങ്ങളും കീഴടക്കി കഴിഞ്ഞു. നമ്മുടെ സൈന്യബലവും തീരെ കുറഞ്ഞു. നാം എല്ലാം അറിയുന്നുണ്ട് മന്ത്രി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. യുദ്ധം ഇനിയും തുടരുന്നത് ആപത്താണ്. സംശയമെന്ത്? ബ്രിട്ടീഷ് പട്ടാളം തുനിഞ്ഞിറങ്ങിയാൽ മണിക്കൂറുകൾ കൊണ്ട് തീരാവുന്നതേയുള്ളൂ. നമ്മൾ കൊല്ലവും ആലപ്പുഴയും കൈവിട്ടു പോയപ്പോൾ തന്നെ നാം തകർന്നു. അടിയന് തോന്നുന്നത് സാഷ്ടാംഗ നമസ്കാരം അല്ലേ? അതുകൊണ്ടൊന്നും തീരില്ലല്ലോ തിരുമനസ്. അവരുടെ ലക്ഷ്യം വേലുത്തമ്പിയല്ലേ? മെക്കാളെ ദൂതൻ വശം കൊടുത്തയച്ച കുറിമാനം മന്ത്രി കണ്ടതല്ലേ? വേലുത്തമ്പിയെ ദിവാൻ സ്ഥാനത്തുനിന്ന് നീക്കി അദ്ദേഹത്തെ അവർക്ക് കൈമാറിയാൽ യുദ്ധം അവസാനിപ്പിക്കാമത്രേ. വേണ്ടി വന്നാൽ അതും. തിരുമേനി, ഇത് രാജതന്ത്രം. രാജ്യത്തെ രക്ഷിക്കാൻ ഒരു വ്യക്തിയെ ബലി കൊടുക്കാം. ശരിയാണ് മഹാരാജൻ. അടിയൻ അങ്ങയുടെ ദാസനാണ്. അങ്ങയുടെ ആ വെള്ള പരീക്ഷകളുടെ അല്ല. അങ്ങേക്കെന്നെ വധിക്കാം. ശ്രീ പത്മനാഭനെ സാക്ഷിയാക്കി കയ്യേറ്റ ഉടവാളില്ലേ, എന്റെ ഈ നാടിനു വേണ്ടി ഞാനിത് ബലിയാവാം. ഇനി അങ്ങേക്കാവില്ലെങ്കിൽ ഇതാ ഞാൻ. തമ്പി, രാജ്യം നാശത്തിന്റെ വക്കില. എവിടെയും ഒരു മരണത്തിന്റെ ഗന്ധം. അങ്ങ് ദുഃഖിക്കണ്ട. മെക്കാളയുടെ കുറിമാനം എന്തോ അതുപോലെ ചെയ്യണം. എന്നെ കഴിവിലേറ്റി ആസ്വദിക്കണം ആ പരീക്ഷകൾക്ക്. മഹാരാജൻ, ദിവാൻ പദവിയിൽ നിന്ന് അടിയന് പുറത്താക്കണം. പിന്നീട് എനിക്ക് സ്വയം പോരാടാം. തല കുനിച്ചാലും തലയെടുപ്പോടെ നിന്നാണ് തമ്പിക്ക് ശീലം. ജീവനുള്ള കാലത്തോളം അതങ്ങനെ തന്നെയായിരിക്കും. അടിയന്റെ ദുരഭിമാനം. കച്ചവടത്തിനായി വന്നവർ സിംഹാസനത്തിനും കണക്ക് പറയുമ്പോഴുണ്ടാകുന്ന ആത്മരോഷത്തിൽ നിന്നുയരുന്ന ദുരഭിമാനം കൽത്തുറുങ്കിലടയ്ക്കാനും കഴിവേറ്റാനും ജീവനുള്ള വേലുത്തമ്പിയെ കിട്ടില്ല. പോകുന്നു. ഇനി അടിയൻ വരില്ല. ഉயிருള്ള കാലം വരെ അടിയൻ പ്രതികരിക്കും ഈ മണ്ണിനു വേണ്ടി. കിളിമാനൂർ കൊട്ടാരത്തിലെത്തിയ വേലുത്തമ്പിയും അനുജനും കമ്പനി പട്ടാളത്തെ കാണാതെ
മണ്ണടി ക്ഷേത്രത്തിൽ അഭയം തേടി. എല്ലാം മണത്തറിഞ്ഞ ബ്രിട്ടീഷ് പട്ടാളം അവിടെ എത്തി. അവരുടെ തൂക്കുകയറിൽ പിടയില്ലെന്ന് തീരുമാനിച്ച വേലുത്തമ്പി 984 മീനമാസം 15-ാം തീയതി സ്വന്തം കടാര നെഞ്ചിൽ കുത്തിയിറക്കി ജീവൻ ത്യജിച്ചു. മുത്തശ്ശിയോടൊപ്പം പണ്ട് കഥകളിയും കണ്ടു പോയതാ. അന്ന് മുത്തശ്ശി കുറേ കഥകൾ പറഞ്ഞു തന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥകള്. എത്രയോ വീരചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണായത്. നാട് മാത്രമല്ല, കാടും ധീരന്മാരുടേതായിരുന്നു. ഏയ്, ആരാ നീയ്? ഏൻ കണ്ണൻ. അങ്ങ് കാടായ എന്റെ വീട് പഴച്ചിത്തമ്പ്രാന്റെ കാട്. എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ പഴച്ചിത്തമ്പ്രാന്റെ പടയിലുണ്ടായിരുന്നു. ഏന് കൊറേ കഥകൾ അറിയാം. തമ്പ്രാന്റെ കഥകള് ഒക്കെ യുദ്ധത്തിന്റെ കഥകളാ. എന്റെ അപ്പാപ്പൻ പറഞ്ഞു തന്ന കഥകള്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളവർമ്മ പഴശ്ശിരാജ നടത്തിയ സമാനതകളില്ലാത്ത ഗറില്ല യുദ്ധങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. വയനാട് വനനിരകൾ സാക്ഷ്യം വഹിച്ചത് ദീർഘകാലം നീണ്ടുനിന്ന ജനകീയ പോരാട്ടങ്ങൾക്കാണ്. ഇത്രയും ജനകീയനായ ഒരു രാജാവ് ഒരുപക്ഷെ കേരള ചരിത്രത്തിലുണ്ടാവില്ല. 1802 ഒക്ടോബർ 11 പനമരം ആക്രമണം ബ്രിട്ടന്റെ പ്രതീക്ഷകൾക്കുമപ്പുറമായിരുന്നു. ബ്രാനെ, മലദൈവങ്ങളുടെ പാട്ടും കുരുതിയും നടന്ന് സായിപ്പിന്റെ പട്ടാളങ്ങള് ഇവിടെ വരില്ല. എന്തായി ചന്തു നമ്മുടെ നീക്കങ്ങളൊക്കെ? പയ്യമ്പ്ര, ഇവിടെ മരങ്ങൾക്കും ഇലകൾക്കും വരെ കാതുകളുണ്ട്. നാളെ കാര്യം നടന്നിരിക്കും. തോനെ ആളുണ്ട് അമ്പ്രാങ്ങള്. പാതിരാക്കി എന്നെ കാട്ടുവഴി വെച്ച് ഏങ്ങള് വച്ച് പിടിക്കും. പെലച്ച പനമരത്തെത്തും. ആവശ്യമുള്ള ആയുധങ്ങളൊക്കെ എല്ലാം കയ്യിലുണ്ട് അമ്പ്ര. ഞാൻ ആരുമറിയാതെ പനമരം കോട്ടയ്ക്ക് പിന്നിൽ കാത്തു നിൽക്കും. ഓ ശരി അമ്പ്ര. കുങ്ക, ഈ ഒരൊറ്റ ആക്രമണം വിജയിച്ചാൽ കുറച്ചു കാലത്തേക്കെങ്കിലും വെള്ളക്കാർ ഒന്ന് ഒതുങ്ങും. ഒതുങ്ങിയാൽ പോരാ തിരുമനസ്. അറബിക്കടലും കടന്ന് ഒഴുകി പോകണം പരിശകൾ. കുങ്കന് തോന്നുന്നുണ്ടോ ഈ ദേവഭൂമി ഉപേക്ഷിച്ച് അവർ പോകുമെന്ന്? നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നിടത്തോളം നമ്മൾ പിടിച്ചു നിൽക്കണം. ഒരിക്കൽ നമ്മളും വീഴും. അന്ന് മറ്റാരെങ്കിലും വരും. വരണം. ചന്തു, എല്ലാം തയ്യാറല്ലേ? ഓ അമ്പ്ര. നിന്റെ മൂപ്പനെവിടെ? ഏനൂടുണ്ടേ? ഇതാ നല്ല ജാൽപ്പാലം പുകലയാ. ഒരു തുണ്ട് വച്ചാ മതി.
സ്വർഗം കാണും. പുകല തന്നില്ലെങ്കിലും തമ്പ്രാനെ കണ്ടാ മതി. നെഞ്ചിൽ നിറവാ. എന്റെ ദൈവങ്ങളെ, ഈ വിഭൂതി വാങ്ങിച്ചോ? പിറ്റേന്ന് വെളുപ്പിനെ തലക്കൽ ചന്തുവിന്റെയും എടച്ചേന കുങ്കന്റെയും നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ പനമരത്തെ കോട്ടയും സൈനിക കേന്ദ്രവും ആക്രമിക്കപ്പെട്ടു. പോരാട്ടത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. പഴശ്ശിയുടെ വലങ്കയ്യായ കണ്ണവത്ത് നമ്പ്യാരെയും മകനെയും പരസ്യമായി തൂക്കിലേറ്റി. പിടിച്ചു നിൽക്കാനാവാതെ തലക്കൽ ചന്തു ജീവനൊടുക്കി. അവസാനം 1805 നവംബർ മാസം 30-ാം തീയതി വെള്ളക്കാരുടെ വെടിയേറ്റ് ആ വയനാടൻ സിംഹം വീരചരമമടഞ്ഞു. കണ്ണാ, കണ്ണാ, നീ എവിടെയാ? എനിക്ക് പഴശ്ശിയുടെ കഥ പറഞ്ഞു തന്നിട്ട് നീ എവിടെയാ? കണ്ണാ, ഞാൻ കണ്ണനല്ല. ഞങ്ങൾ ഒരുപാട് പേരുണ്ട് ഇവിടെ. വയനാട്ടിലെ ഈ വനത്തിനുള്ളിൽ ആരും അറിയാതെ പിടഞ്ഞു വീണവർ, നാടിനു വേണ്ടി പൊരുതി മരിച്ചവർ, അറിയപ്പെടാത്ത മനുഷ്യജീവികൾ. ഞങ്ങൾക്ക് ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യം കാണണം, എങ്കിലേ മോക്ഷം കിട്ടൂ. എനിക്ക് കാണാം നിങ്ങളെ. എന്റെ നാടിനു വേണ്ടി പൊരുതി വീണ നിങ്ങളെ എനിക്ക് കാണാം. വേലുത്തമ്പിയും പഴശ്ശിരാജയും മറ്റനേകം ദേശസ്നേഹികളും സ്വാതന്ത്ര്യ സമരവീഥിയിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തോക്കിനിരയായെങ്കിലും അവരുടെ ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 സമരഭടന്മാർ ഉയർത്തെഴുന്നേറ്റു. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി മുസ്ലിം സമൂഹം തെരുവിലിറങ്ങി. കേരളത്തിലും മുസ്ലിമുകൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ അവർ പ്രതിഷേധിച്ചു. മുസ്തഫ, ഓ മുസ്തഫ, വാപ്പാ, പന്തൽ വിധാനം കഴിഞ്ഞേക്കണ? എല്ലാം കഴിഞ്ഞ്. ബിരിയാണി ഓര് എത്തിയേക്കണേ. പിന്നെ എന്റെടെ പുള്ളേ ഒപ്പനയും മൈലാഞ്ചിയും ഒന്നും തുടങ്ങാത്തത്? നാട്ടിലെ പെണ്ണുങ്ങൾ ഒപ്പന മറന്നുപോയാ? തുടങ്ങാൻ പറയടാ മൊഞ്ചത്തികളോട്. ആ പറയാ വാപ്പാ. തുടങ്ങി. പെണ്ണൊരുങ്ങി മൈലാഞ്ചി ചാത്തി നിന്ന്
എന്താണ്ടാ കാര്യം പറയടാ. ഇക്ക, ഖിലാഫത്ത് സമരത്തിൽ ഏർപ്പെട്ട കുറെ പേരെ ഇന്ന് പോലീസുകാർ പിടികൂടി. ഇതാണടാ ഇത്രയും വലിയ കാര്യം. ഇതെന്നും ഇവിടെ നടക്കണതല്ലേ. കുറെ പേരെ തിരൂരങ്ങാടി സ്റ്റേഷനിൽ നിന്ന് ഒരു ഗുഡ്സ് വാഗണിൽ കയറ്റിയിട്ട് കോയമ്പത്തൂർക്ക് കൊണ്ടുപോയിന്നാ. കോയമ്പത്തൂർ ചെന്ന് വാഗൺ തുറന്നു നോക്കിയപ്പോ അതിൽ 64 പേര് മയ്യത്തയക്കണ്. ശ്വാസം കിട്ടാതെ ആ ഓര് പോയത്. ആയിരത്തി 1921 മലബാർ കലാപകാലത്ത് നടന്ന ഈ ക്രൂരത വാഗൺ ട്രാജഡി എന്ന പേരിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. ഇതുപോലെ തന്നെ 1919 പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിലും കൂട്ടക്കുരുതി നടന്നു. വീരകഥകൾ തെയ്യങ്ങളും തിറകളുമായി കെട്ടിയാടി അനുഷ്ഠാനങ്ങൾ നടത്തുന്ന നാടായിരുന്നു മലബാറും കണ്ണൂരും പയ്യന്നൂരും മറ്റും. ഇത് നെഞ്ചിൽ രൗദ്രം കൊളുത്തിയ ദൈവചമയങ്ങൾ. വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിതവദനം വജ്രദന്തധര രക്ഷാകവചം शिवसम्भूत भुवि संजात नम्बीदवगिम्बु कोडुववनीत ಸಾವಿರ ದೈವದ ಮನಸಂಪ್ರೀತ ಬೇಡುತ್ತ ನಿಂದೆವು ಆರಾಧಿಸುತ್ತ ആയിരത്തി 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിയുടെ ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്ര നടന്ന കാലം. ഉപ്പിന് നികുതി ചുമത്തുന്ന ബ്രിട്ടീഷ് കരിനിയമത്തിനെതിരെ ജനവികാരം ആളിക്കത്തി. കേരളത്തിൽ കാസർഗോഡും കോഴിക്കോടും കടപ്പുറങ്ങളിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ അനേകായിരങ്ങൾ ഒത്തുകൂടി. ഭാരതം ഇന്നൊരു കുടക്കീഴിലാണ്. നാം തളർന്നു വീഴാതിരിക്കാൻ ഒരു ഊന്നുവടിയുണ്ട്. മഹാത്മജി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് ബ്രിട്ടീഷുകാരന്റെ ഉപ്പ് നിയമം ലംഘിക്കുന്നതിന് അദ്ദേഹം കാൽനടയായി വരികയാണ്.
കൂട്ടരെ, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്ന ഗാന്ധിജിയുടെ മന്ത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പുണ്ടാക്കി നമ്മളും ബ്രിട്ടന്റെ കരിനിയമം ലംഘിക്കുന്നു. ജയ് ഹിന്ദ്. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, മന്നത്തു പത്മനാഭൻ, അയ്യങ്കാളി തുടങ്ങി ഒട്ടനവധി സാംസ്കാരിക നായകർ കേരളത്തിന്റെ മുഖഛായ മാറ്റിയെടുത്തു. അയിത്തോച്ചാടന സമരങ്ങളും ക്ഷേത്രപ്രവേശന വിളംബരവും ഇവിടെ അലയടിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം തുടങ്ങിയവ കേരള ജനതയ്ക്ക് പുതുജീവൻ പകർന്നു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി മാറി. ചന്തം ഭീകരഭൂതമതേ കാതം നീറ്റണു തീയത് നീട്ടിടുകാതരമേ കാളി കരാളികളാടണ കാനന കാതളമേ കാലും പേറണ മൂവണ കാനനനാദമിതേ കരിയേറിയ പൂമ്പുനമുള്ളിൽ നീറണ കേളികളാടിയവൻ കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവിൽ നീറ്റണു കാലനവൻ കരിയമ്പിനും അമ്പരമമ്പിളിമേലിലും അമ്പരമേട്ടിലുമേന്തണതെന്തിത് പുകയിത് പടരണു കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങിത് ചെറുമ്പും ചൂരും കെട്ടിപ്പോകും നേരം തീരം കാണാൻ ആടിത്താടി താളം തെറ്റിക്കേളം തീരം തീയിൽ തീരുന്നോ കുമാരനാശാൻ, വള്ളത്തോൾ തുടങ്ങിയ മഹാകവികൾ തൂലിക പടവാളാക്കി രംഗത്തിറങ്ങി. തൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ടു മാത്രം വള്ളത്തോൾ നാരായണ മേനോൻ പടുത്തുയർത്തിയ മഹാപ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. കഥകളിക്ക് പുറമെ കേരളത്തിൻ്റെ സ്വന്തം മോഹിനിയാട്ടവും ഇവിടുത്തെ കൂത്തമ്പലത്തിൽ അഭ്യസിപ്പിച്ചു തുടങ്ങി. പത്മനാഭനിൽ നിന്നിൽ
ശോകമേനിക്കു മാത്രം സുമുഖി തരുന്നതെന്തു ശോകമേനിക്കു മാത്രം സുമുഖി അറിഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? അതോ അറിഞ്ഞതായി ഭാവിക്കാത്തതോ? സ്വാതന്ത്ര്യ സമരമുഖത്തെ പലരും അഴിക്കുള്ളിലായി. തോക്കും ലാത്തിയും ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ സമരക്കാരെ അടിച്ചൊതുക്കുന്നു. തീവ്രവാദിയെന്ന് സംശയിച്ചാൽ മതി, 2.5 വർഷം ജയിലിലടയ്ക്കാം. ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കുരുതി നടത്തുന്നു. ഈ കേരളക്കരയിൽ വാഗൺ ട്രാജഡി നടക്കുന്നു. ഉപ്പിനു പോലും നികുതി ഏർപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരേ ചോദ്യമുള്ളൂ, സ്വാതന്ത്ര്യം എപ്പോൾ? ഒരു നാൾ ഒരു പുതിയ സൂര്യൻ ഉദിക്കും, പുതിയ പുലരി പിറക്കും. അധികൃതരില്ലാതെ, അടിയാളരില്ലാതെ സമത്വ സുന്ദരമായൊരു ഭാരതം പിറക്കും. അകലെയല്ല, അകലെയല്ല, അകലെയല്ല പ്രഭാതം. അവൾക്കൊപ്പം അവരുമുണ്ട്. വയനാടൻ കാടുകളിൽ, തിരുവിതാംകൂറിൽ, ജാലിയൻ വാലാബാഗിൽ എന്നു വേണ്ട, ബ്രിട്ടീഷുകാരുടെ തോക്കിൻ തുമ്പിലും ജയിലറകളിലും എരിഞ്ഞടങ്ങിയ അനേകായിരങ്ങൾ. അവരുടെ സ്വപ്നങ്ങളിലേക്ക് വർഷങ്ങളുടെ തപസ്സുകൊണ്ട് ഒഴുകിയെത്തിയ ഗംഗ പോലെ സ്വതന്ത്ര ഭാരതം. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വതന്ത്രയായി. ഭാരതം തൊടുത്തുവിട്ട സ്വപ്ന താരകങ്ങളെ ജീവിതം സുഗന്ധപൂർണമാക്കുവാനുണർന്നിടൂ. ധർമ്മവും സമത്വ ചിന്തയേകിടുന്ന നീതിയും വാഴ്ത്തിടൂ വിടർന്ന സത്യപുഷ്പനന്ദനങ്ങളിൽ, വാഴ്ത്തിടൂ വിടർന്ന സത്യപുഷ്പനന്ദനങ്ങളിൽ. പാടുപെട്ടു നേടി നാം പാരതന്ത്ര്യമോചനം, പാടെ ഹിംസവൃത്തികൾ മാറ്റിവെച്ച വിപ്ലവം. വിണ്ണിറഞ്ഞ പുണ്യമാം പൊൻവിളക്കിനാഭയായി മൺമറഞ്ഞ നമ്മുടെ ധീരപുത്രശക്തികൾ. ഭാരതം തൊടുത്തുവിട്ട സ്വപ്ന താരകങ്ങളെ ജീവിതം സുഗന്ധപൂർണമാക്കുവാനുണർന്നിടൂ. ധർമ്മവും സമത്വ ചിന്തയേകിടുന്ന നീതിയും വാഴ്ത്തിടൂ വിടർന്ന സത്യപുഷ്പനന്ദനങ്ങളിൽ, വാഴ്ത്തിടൂ വിടർന്ന സത്യപുഷ്പനന്ദനങ്ങളിൽ.
A breathtaking tribute to a shared past. Thank you, team. Kindly remain on stage. Special note that this presentation was showcased by a united group of advocates, staff of the Advocate General's Office, and members of the Clerk Association. We also have a young member, Master Srinav S., son of Advocate Srinath S. Subramaniam as well. This entire concept was perceived and brought to life by the brilliant minds of Advocate Elena Annabelli and her father, Advocate Anil Prabha. Now, to hand over a token of our appreciation, I will wholly welcome the Honorable Chief Justice, Shaumen Sen, and to accompany him, his better half as well, Mrs. Shaumen Sen. Ma'am, please. Can we have a huge round of applause for the efforts of this entire team that they've pulled off this wonderful presentation before us, enumerating us a wonderful history and the glorious battles for freedom. I request our Honorable Chief Justice, as well as Piyush Sir and Nima Ma'am to please remain on the stage to give away the remaining awards. The handing over token of appreciation to the team that gave us this wonderful presentation today.